രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ കൂട്ടുപ്രതിയും ഒളിവിൽ പോയതായി സൂചന. രാഹുലിന്റെ ബിസിനസ് പങ്കാളിയും ഉറ്റ സുഹൃത്തുമായ ജോബിയാണ് പീഡനക്കേസിലെ കൂട്ടുപ്രതി. അതേസമയം എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എസ്എഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. എസ്എഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS അമല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ ചേർത്തുനിർത്തലുകൾ അധികം നാൾ നിങ്ങൾക്ക് തുടരാൻ കഴിയുകയില്ല. നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിച്ചോളൂ. ഈ ചേർത്തുനിർത്തലുകൾ നിങ്ങൾക്ക് അധിക കാലം കേരളത്തിനകത്ത് തുടരാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ മൂക്കുകൊണ്ടും തലകൊണ്ടും പ്രതിരോധം തീർത്താലും കുറെ PR ഏജൻസിയുടെ മറവിലിരുന്നു കൊണ്ട് അതിൻ്റെ തണലിൽ മറവ് പറ്റിക്കൊണ്ട് നിങ്ങൾ പ്രതിരോധം തീർത്താലും ഓർക്കുക, കേരളത്തിനൊരു മനസാക്ഷിയുണ്ട്, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. കൊടികൂറയുടെ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കു നേരെ ആക്രമണം അടിച്ചുവിടുന്നവനെ കുറ്റിച്ചൂരിനും ചാണകവെള്ളത്തിനും അടിച്ചിരുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകും. ലൈംഗിക പീഡന ആരോപണം ഉയർന്ന ഘട്ടത്തിൽ രാഹുൽ വീട്ടിലെത്തുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിജീവിതയുടെ പരാതി വന്നതോടെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. രാഹുലിന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ ജോബി ഒളിവിൽ പോയതായാണ് സൂചന. ജോബിയുടെ ഫോൺ ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.